എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോബ് മൈ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് മഹേന്ദ്രയുടെ ഡീലേഴ്സ് ആയിട്ടുള്ള SS മഹേന്ദ്രയിലാണ്. എൻ്റെ കൂടെ ഉള്ളത് XUV700 ആണ്. അപ്പം അതിൻ്റെ ഒരു പുതിയ വേരിയൻറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. 2021 മഹേന്ദ്ര ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു വാഹനം ഇറക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റോബ് മൈ ഷോ എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലാണ് ആദ്യമായിട്ട് ഒരു വീഡിയോ വരുന്നത്. അതിന് ശേഷമാണ് മറ്റുള്ളവർക്കൊക്കെ കിട്ടിയത്. നമുക്കൊരു ഭാഗ്യം കൊണ്ടാണ് അന്നത് ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പം നമ്മുടെ വീഡിയോ ആണ് ആദ്യമായിട്ട് വന്ന് എല്ലാവരും കണ്ടത് എന്നുള്ളത് ഏറ്റവും അഭിമാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് 2024 എത്തിച്ചേരുന്ന സമയത്ത് ഈ വാഹനം 2 ലക്ഷം യൂണിറ്റുകളോളം വിറ്റു എന്നുള്ളതാണ് ഒരു ഏറെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു 2 lakhs ഒരു അച്ചീവ്മെൻറ്റിൻ്റെ സമയത്ത് രണ്ട് കളേഴ്സൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഡീപ്പ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു നല്ല മനോഹരമായിട്ടുള്ളൊരു പച്ച കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ബേൺ സേന എന്ന് പറഞ്ഞൊരു കളർ അവർ കൊണ്ടുവരുന്നത് എല്ലാ വേരിയൻസിലും കിട്ടുന്നതാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഈ ഒരു വാഹനത്തിൻ്റെ മഹേന്ദ്ര XUV700 ഒരു പുതിയ വേരിയൻ്റാണ്. അതായത് AX സെലക്ട് എന്നാണ് ഈ വേരിയൻ്റെ പേരെന്ന് പറയുന്നത്. അതായത് നമുക്ക് മഹേന്ദ്രയുടെ ഈ ഒരു വാഹനം നമുക്ക് കിട്ടുന്നത് അല്ല XUV700 നമുക്ക് കിട്ടുന്ന വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസ് വേരിയൻ്റ് എന്ന് പറയുന്നത് MX ആണ്. MX, AX3, AX5, AX7 ലക്ഷറി ഇങ്ങനെയുള്ള വേരിയൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ സാധാരണ നമ്മളൊരു വാഹനം നമ്മൾ വാങ്ങിക്കാനായിട്ട് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ വാഹനത്തിൻ്റെ ഒരു പ്രൈസ് റേഞ്ചും കൂടെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് കിട്ടുന്നത് 17 ലക്ഷം മുതൽ ഈ പറയുന്നത് 33 ലക്ഷം രൂപയാണ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു വാഹനത്തിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് വാങ്ങിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ നമ്മളൊരു മിഡ് റേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വാഹനത്തിൻ്റെ വേരിയൻസ് നോക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ചില ടോപ്പ് എൻഡിലുള്ള ചില ഫീച്ചേഴ്സ് ചിലപ്പം ഈ മിഡ് റേഞ്ചിൽ കിട്ടണമെന്നൊന്നുമില്ല. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ബേസ് ഏരിയൻ വാഹനത്തിനകത്തുള്ളതിനേക്കാളും കുറച്ചുകൂടെ ഫീച്ചേഴ്സ് വേണം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പോലും ചിലപ്പോൾ പൈസയുടെ പ്രശ്നം കൊണ്ട് കിട്ടാറില്ല. പക്ഷേ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഈ പറയുന്ന ഈ ഒരു സെലക്ട് എന്ന് പറയുന്ന വേരിയൻറ്റ് AX5 സെലക്ട് വന്നിരിക്കുന്നത്. ഇത് കൊണ്ടുവന്നിരിക്കുന്നത് AX3 അതായത് നമ്മുടെ സെക്കൻഡ് വേരിയൻറ്റിൻ്റെയും തേർഡ് വേരിയൻറ്റിൻ്റെ ഇടയ്ക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് സെക്കൻഡ് വേരിയൻറ്റിനകത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ ഫീച്ചേഴ്സും ഉണ്ട്. എന്നാൽ തൊട്ട് മുകളിലുള്ള വേരിയൻറ്റിന് അത്രയും ഫീച്ചേഴ്സും ഇല്ല. എന്നാൽ നമുക്ക് വേണ്ടുന്ന കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് ഈ വാഹനം AX5 ആണെങ്കിൽ AX5 സെലക്ട് ആണ്. എന്നാൽ പരിപൂർണമായിട്ട് AX5 അല്ല താനും. എന്നാൽ ഇത് രണ്ടും പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് ലുക്കിലൊക്കെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ഫ്രണ്ടിൽ നമ്മൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ AX5 വരുന്ന സമയത്ത് നമുക്ക് LED ലൈറ്റ്സ് വരുന്നുണ്ടെങ്കിൽ ഈ സെലക്ട് എന്ന് പറഞ്ഞ വേരിയൻറ്റിനകത്തേക്ക് വരുമ്പം ഹാലജനായിട്ട് വരുന്ന ലൈറ്റ്സ് ആണ്. അത് അങ്ങനെ ഒരു ചെറിയൊരു കുറവ് വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ AX5 വരുമ്പോൾ ഫോഗ് ലാംപ്സ് ഉണ്ട്. പക്ഷേ ഈ ഒരു വാഹനത്തിനകത്ത് ഫോഗ് ലാംപ്സ് ഇല്ല. അപ്പോൾ നമുക്ക് ഫോഗ് ലാംപ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് അഡീഷണലി നമുക്കൊരു 10,000-6,000 ഒക്കെ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയൊരു വ്യത്യാസമായിട്ട് നമ്മൾ കാണണ്ട. അപ്പോൾ AX5ഉം AX5 സെലക്റ്റും തമ്മിലുള്ള വില വ്യത്യാസം നോക്കാം. അതായത് നമുക്ക് വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത് പെട്രോളും ഡീസൽ എഞ്ചിൻസിലാണ് വരുന്നത്. മാനുവലും ഓട്ടോമാറ്റിക് 80 ട്രാൻസ്മിഷൻസുമാണ് വരുന്നത്. അപ്പം സെലക്ട് എന്ന് പറയുമ്പം പെട്രോളിലേക്കൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 1.5 ലക്ഷം രൂപയുടെ കുറവ് AX5 പെട്രോളുമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2.5 ലക്ഷത്തോളം ഉണ്ട് ഡീസൽ 80 വരുന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം ഈ വ്യത്യാസങ്ങൾ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റിലുള്ള ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാഹനത്തിനകത്തും കിട്ടുമെന്നുള്ളതാണ്. അപ്പം ഫ്രണ്ടിലെ ഗ്രിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് അങ്ങനെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു വ്യത്യാസങ്ങളല്ല ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്ന ഫോഗ് ലാംപ്സിൻ്റെ യൂണിറ്റ് ഇല്ലാന്ന് എന്നുള്ളത് ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഇത് AX5 അല്ല എന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. പിന്നെ സൈഡിലേക്ക് വരുന്ന സമയത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AX5 വരുന്ന സമയത്ത് നമുക്ക് ഡയമണ്ട് കട്ട് അലോയ്സ് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റീൽ വീൽസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റിൽ ഒരു 40,000 ഒക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് 4 അലോയ് വീൽസ് നമുക്ക് ആക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ പറയില്ല, ഇപ്പം ബേസിക്കലി 1.5 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട്. ഒരു 50,000 രൂപയുടെയൊക്കെ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഏകദേശം AX5 ഫീച്ചേഴ്സ് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ചില കാര്യങ്ങൾ മാത്രം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിനകത്ത് എയർ ബാഗുകൾ ഈ വാഹനത്തിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 എയർ ബാഗ്സ് ആണ് വരുന്നത്. മറ്റേ AX5 വരുമ്പോൾ 4 എയർ ബാഗ് വരുന്നത്. അപ്പോൾ എയർ ബാഗ് കട്ടൺ എയർ ബാഗ്സ് ഒന്നും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. പിന്നെ ക്രൂയിസ് കൺട്രോൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ESPയുടെ സ്യൂട്ട് വരുന്നില്ല. അതായത് AX5 വരുവാണെങ്കിൽ ESPയുടെ ലാസ്റ്റ് ജെൻ സ്യൂട്ട് വരുന്നുണ്ടെന്നും ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് ഇനി ഒരു വാഹനത്തിൻ്റെ ബാക്കിലേക്ക് പോകാം. ഇതൊരു 7 സീറ്റർ ആയിട്ട് വരുന്ന വെഹിക്കിളാണ്. അപ്പം വേറെ കൂടുതൽ ഡയമെൻഷൻസ് ഒന്നും പറയാത്തതെന്നൊക്കെ ഇത് ഓൾറെഡി എല്ലാവരും കണ്ടിരിക്കുന്ന ഒരു വണ്ടി ആയതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ AX5 ഞാൻ നേരത്തെ എപ്പോഴും AX5 എന്ന് പറഞ്ഞില്ല, AX5 ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ AX5ൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
നമ്മൾ ആ വണ്ടിയുടെ ഫ്രണ്ട് കണ്ടാൽ നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തിരിച്ചു പറയാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞാൽ ഫോഗ് ലാംപ്സിൻ്റെ കുറവ് ഈ വാഹനത്തിനകത്ത് ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ലൈറ്റ്സ് ഒന്നും പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഹാലജൻ ആണോ LED ആണോ എന്ന് തിരിച്ചറിയാൻ പോകുന്നില്ല. ഇത് നമുക്കിനി വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരാം. ബാക്കിലേക്ക് വരുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യാസങ്ങളും ഇല്ല. AX5ഉം AX5 സെലക്റ്റും ഒക്കെ ഒരുപോലെ ഇരിക്കുന്നു. ഇതിനകത്തും AX5 എന്നാണ് ഇവിടെ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സെലക്ട് ആണെന്നൊന്ന് തിരിച്ചറിയാനുള്ള ഒരു സംവിധാനങ്ങളും അവിടെ കൊടുത്തിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് പുറമേ നിന്നുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത്. നമുക്കിനി അകത്തേക്ക് വരാം. അകത്തേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇതിനകത്ത് കൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും പറയാം AX5യിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഉണ്ട്. പിന്നെ ഫീച്ചേഴ്സിനകത്ത് ചില കുറവുകൾ മാത്രമേ പ്രധാനമായിട്ട് എടുത്ത് പറയാനായിട്ട് ഉള്ളൂ. ഓക്കെ, സീറ്റ്സിനെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിലും ലെതർ സീറ്റ്സ് തന്നെയാണ് വരുന്നത്. നമുക്ക് സീറ്റ്സ് ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഫാബ്രിക് ആയിട്ട് വരുന്ന സീറ്റ്സാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അകത്ത് കയറിയിട്ട് അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറയാം. AX5 സെലക്റ്റിലേക്ക് വരുന്ന സമയത്ത് എടുത്തു വരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് നേരത്തെ AX5ലും പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇല്ലായിരുന്നു. എന്നാൽ ഏറ്റവും പുതിയ 24 റിവിഷൻസിലൊക്കെ വന്ന സമയത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വാഹനത്തിനകത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം വേറെ നമ്മൾ നോക്കുവാണെങ്കിൽ AX5യിലുള്ള പോലെ തന്നെ അല്ല, ഏറ്റവും ടോപ്പ് എൻഡിലും ഇതേ സെയിം സ്ക്രീനാണ്. അതായത് 2 സ്ക്രീൻസ് അറ്റാച്ച്ഡ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഒരു കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിന് റിവേഴ്സ് ക്യാമറ ഇല്ല. റിവേഴ്സ് ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണലി ഫിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഒത്തിരി കോസ്റ്റ്ലി ഉള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അതാണ് വേറെ വ്യത്യാസം. അല്ലാതെ ഇന്ത്യയിൽ വ്യത്യാസമില്ല. പിന്നെ നമുക്ക് സ്റ്റിയറിങ്ങിനെ കുറിച്ചൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഇതുണ്ട്, ഈ ഒരു വേരിയൻറ്റിനകത്ത് നമുക്ക് ടിൽറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിയറിംഗ് ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും നമുക്ക് സൗകര്യപ്രദമാണ്. അപ്പോൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ സ്റ്റിയറിങ്ങും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഡ്രൈവബിലിറ്റി ഒക്കെ കൂടുന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് വന്ന ബേസിക് ഫങ്ഷൻസ് ഒക്കെയാണ് ഇങ്ങനെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് ഇതൊന്നുമല്ല, ലൈക്ക് ഈ വയർലെസ് ആയിട്ട് വരുന്ന ചാർജിങ് ഒന്നും ഇല്ല. പിന്നെ അതുപോലെ ക്ലൈമറ്റ് കൺട്രോൾ ഒന്നും ഈ ഒരു വാഹനത്തിനകത്തേക്ക് വരുന്നില്ല. അത് നമുക്ക് ഈ ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്താണ് അത്തരം കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ സീറ്റ്സ് വെന്റിലേറ്റഡ് ഒന്നുമല്ല. അപ്പം ബേസിക്കലി ഉള്ള ഒരു ബേസ് സാധനത്തിനകത്ത് നമ്മൾ കുറച്ച് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. എടുത്തു വരേണ്ട കാര്യം എന്ന് പറഞ്ഞതാണ് ഈ വാഹനത്തിനകത്ത് സൺറൂഫ് ഉണ്ട് കേട്ടോ. ഈ ഒരു ബേസ് വേരിയൻ്റ് ആണെങ്കിൽ പോലും ഇതിനകത്തൊരു സൺറൂഫ് നമുക്ക് ആഡ് ചെയ്തിരിക്കുന്നുണ്ട്. അത് അത്യാവശ്യം നമുക്ക് വലിയ പാൻഡമിക് ആയിട്ട് വരുന്ന സൺറൂഫാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും ടോപ്പ് എൻഡ് വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഒരുപാട് പൈസ മുടക്കേണ്ട ഒരു സൺറൂഫ് കിട്ടാൻ സൺറൂഫ് അല്ലാതെ തന്നെ നമുക്ക് കിട്ടുമെന്നാണ് എടുത്തു പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിനകത്ത് വന്ന മാറ്റങ്ങളും പ്രത്യേകത, അല്ലെങ്കിൽ ഈ വേരിയൻറ്റിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കിനി ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് നോക്കാം. നമുക്കിനി പുറത്തെ സീറ്റിലേക്കൊന്നും കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ XUV700 നിങ്ങൾ കാണാത്ത വണ്ടിയൊന്നുമല്ല, 4 വർഷമായിട്ട് റോഡിലുണ്ട്. ഈ വേരിയൻറ്റിൽ വന്ന ചെറിയ മാറ്റങ്ങൾ പറയാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി ഈ വാഹനത്തിൻ്റെ ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ സെലക്ട് എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ എത്ര എഞ്ചിൻ ഓപ്ഷൻസും അതുപോലെ തന്നെ ഗിയർ ഓപ്ഷൻസും ഉണ്ടെന്ന് നമുക്ക് നോക്കാം. AX5 സെലക്ട് നമുക്ക് ഏതൊക്കെ വേരിയൻസിൽ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഹുഡ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് വയ്ക്കാം. അത്യാവശ്യം നമുക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ മാത്രം തുറക്കാൻ പറ്റുന്ന ഒരു ഹുഡാണ് ഇതിൻ്റെ ഈ ഒരു XUV700. കാരണം അത്യാവശ്യം ഭയങ്കര ബലവത്തായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു വാഹനമാണ്. അപ്പോൾ നമുക്ക് നിലവിൽ ഈ വാഹനത്തിൻ്റെ വേരിയൻസ് അല്ലെങ്കിൽ ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി പെട്രോളും ഡീസലിനും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ട്രാൻസ്മിഷൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലും അതുപോലെ തന്നെ AT ട്രാൻസ്മിഷൻ കിട്ടും. അതായത് പെട്രോളിലും നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ കിട്ടും, ATയും കിട്ടും, ഡീസലിനും കിട്ടും. ഈ പറയുന്ന പോലെ മാനുവലും അതുപോലെ തന്നെ ATയും കിട്ടുന്നതാണ്. ഇതിൻ്റെ പവർ ഫിഗേഴ്സും കാര്യങ്ങളും നമുക്ക് നോക്കാം. ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പെട്രോൾ കുറച്ച് പവർഫുൾ ആയിട്ടൊരു എഞ്ചിനാണ്. പെട്രോൾ എന്ന് പറയുമ്പോൾ 2 ലിറ്റർ ആണ് വരുന്നത്. 2 ലിറ്റർ എന്ന് പറയുമ്പോഴത്തേന് ഏകദേശം 200 PS പവറാണ്, 380 Nm ടോർക്കാണ്. ഡീസലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 185 PS ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 420 Nm ടോർക്ക് നമുക്ക് കിട്ടും. അതുപോലെ ഓട്ടോമാറ്റിക്കലി വരും 450 Nm ടോർക്കാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു വാഹനത്തിൻ്റെ അകത്തുള്ള ഒരു എഞ്ചിൻ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്യൂവലിനെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ ഒക്കെ ആണെങ്കിൽ കമ്പനി പറയുന്ന ഒരു 13 ആണ്. പിന്നെ ഇത്ര വലിയൊരു വാഹനവും അതുപോലെ തന്നെ ഈ പറയുന്ന 2 ലിറ്റർ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അറൗണ്ട് ഒരു 11 ഈ പറയുന്ന 10-11 ആയിരിക്കും ബേസിക്കലി കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രൈസിങ് നോക്കാം. ഈ 4 വേരിയൻസിനും നമുക്ക് ഓൺ റോഡ് പ്രൈസ് എത്ര വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സെലക്ട് എന്ന് പറഞ്ഞ വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 5 കളേഴ്സിൽ നമുക്ക് വാഹനം കിട്ടും. അതായത് ബേസിക്കലി ഉള്ള 5 കളേഴ്സിൽ നമുക്ക് വാഹനം കിട്ടും. ഡ്യുവൽ ടോൺ അവൈലബിൾ അല്ല. ഇനി നമുക്ക് ഈ പറയുന്ന പോലെ 2 പുതിയ കളേഴ്സ് കൂടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ അത് ഇതിനകത്ത് വരേണ്ടതാണ്. പക്ഷേ ഇതുവരെ സ്റ്റോക്കുകളൊന്നും എവിടെയും കണ്ടിട്ടില്ലെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൈസിങ് നമുക്ക് നോക്കാം. ഓൾറെഡി നമുക്ക് പെട്രോളിലേക്ക് വരുന്ന സമയത്തും അതുപോലെ ഡീസലിലേക്ക് വരുന്ന സമയത്തും എന്തൊക്കെയാണ് ഓൺ റോഡ് പ്രൈസിംഗ് ആണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ പെട്രോളിൻ്റെ മാനുവൽ ആണെന്നുണ്ടെങ്കിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 21 ലക്ഷം രൂപയോളമാണ് വരുന്നത്. 21 ചില്ലറ വരും. ഓക്കെ,
അതുപോലെ അതിൻ്റെ ഓട്ടോമാറ്റിക് വരുമ്പോൾ 23-24 ആണ് വരുന്നത്. അതുപോലെ നമുക്ക് ഡീസലിലേക്ക് വരുന്ന സമയത്ത്, മാനുവലിലേക്ക് വരുന്ന സമയത്ത് 22,02,000 രൂപകളാണ് വരുന്നത്. അതിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക് വരുമ്പോൾ 23,84,000 ആണ് വരുന്നത്. അപ്പം നമുക്ക് ശരിക്കും നല്ലൊരു പ്രൈസ് ബ്രാക്കറ്റിലാണ് ഇത്ര ഫീച്ചേഴ്സ് ഉള്ളൊരു വാഹനം നമുക്ക് വരുന്നത്. ഒരു 7 സീറ്ററാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എല്ലാവരും ഈ പറയുന്ന പോലെ ഒരു AX3 എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്ക് വേണമെങ്കിൽ ഈസിലി നമുക്ക് AX5 ഈ സെലക്റ്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാണ്ട് പറ്റും. പിന്നെ ഒരുപാട് കോമ്പറ്റീറ്റീവ്സ് ആയിട്ടുള്ള വാഹനങ്ങളുണ്ട്. അവിടെ വെച്ച് നോക്കുമ്പോൾ XUV 700ൻ്റെ ഇത്രയും വലിയൊരു വാഹനം നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ഇതൊരു കമൻസ് ഒക്കെ നിങ്ങൾ ഇടുക. അതുപോലെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഫ്രം റോബ് മൈ ഷോ.